എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ലൻഷാനെ കാണിച്ചുകൊണ്ടാണ്. വിഭൂഷാനാണെങ്കിൽ ഇപ്പോൾ ലൻഷാനെ അവൻ്റെ റൂമിലായിട്ട് കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം ലൻഷാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രങ്കനായിട്ടിരിക്കുവാണ്. വിഭൂഷാൻ അങ്ങനെ പുറത്തായിട്ട് വന്നിട്ട് അവൻ്റെ ഫ്ലൂട്ട് എടുത്ത് വായിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് വെന്നിങ് പ്രത്യക്ഷപ്പെടും. ഇത് കാണുന്ന വിഭൂഷൺ നല്ലപോലെ ഷോക്കാവും. അവൻ ചോദിക്കും, വെന്നിങ് ഇത് നീ തന്നെയായിരുന്നോ എന്ന്? നിന്നെ അവർ കൊന്നു എന്നല്ലേ പറഞ്ഞത്? എന്നാൽ വെന്നിങ്ങിനാണെങ്കിൽ ഇപ്പോൾ ഒരു ബോധവും ഉണ്ടായിരുന്നില്ല. അവനൊരുമാതിരി പപ്പറ്റിനെ പോലെ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ വിഭൂഷാന് മനസ്സിലാവും ഇവനെ ആരോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇവനെ ആരോ കൺട്രോൾ ചെയ്യുക എന്ന്. പെട്ടെന്ന് തന്നെ വിഭൂഷാനാണെങ്കിൽ വെന്നിങ്ങിൻ്റെ തലയിൽ പിടിച്ചു വെക്കുമ്പോൾ തലയിലായിട്ട് 2 ആണി തറച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വിഭൂഷൺ അത് വലിച്ചു വരും. അപ്പോൾ നമ്മുടെ വെന്നിങ് ആണെങ്കിൽ നോർമൽ സ്റ്റേജിലോട്ട് വരും. നമ്മുടെ വെന്നിങ് നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങും. അതായത് വെഞ്ചിനും വെന്നിങ്ങും കൂടി ജിൻ ക്ലാനിലായിട്ട് സറണ്ടർ ആവാൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ. എന്നാൽ അവരാണെങ്കിൽ അപ്പോഴും തന്നെ ഇവരെ 2 പേരെയും കൊല്ലുകയൊന്നും ചെയ്തില്ല, 2 പേരെയും തടവിലാക്കുക ചെയ്തത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വെൻചിനെ ഇവർ കൊന്നു കളഞ്ഞു. എന്നാൽ വെന്നിങ്ങിനെ എവിടെയോ അടച്ചു പൂട്ടിയിടുക ചെയ്തത്. വെന്നിങ് പറയും, എനിക്ക് ഇതുവരെ ഒന്നും ഓർമ്മയില്ല, എനിക്ക് മൊത്തത്തിൽ ബ്ലാങ്ക് ആയതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന്. എന്നാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് മാസ്റ്ററിൻ്റെ പാട്ട് കേട്ടത്, അങ്ങനെയാണ് ഞാൻ പുറത്തോട്ട് വന്നത്, എനിക്കത് മാത്രമേ അറിയത്തുള്ളൂ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മളുടെ വിഭൂഷന് മനസ്സിലാവും. അതായത് വെന്നിങ്ങിനെ ആരോ ഒരു ബ്ലേഡിനെ പോലെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എന്ന്. എന്നാൽ വെന്നിങ്ങിൻ്റെ ദേഹത്ത് മൊത്തം ചങ്ങല ഇട്ടിരിക്കുക. വിഭൂഷൺ വിചാരിക്കും ഈ ചങ്ങല പൊട്ടിക്കാൻ ലൻഷാൻ്റെ വാളിനെ കൊണ്ട് മാത്രമേ പറ്റൂ. അവനോട് പറയും, ഞാൻ ലൻഷാൻ്റെ വാളെടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് അങ്ങോട്ട് തിരിയുന്നതും കറക്റ്റ് നമ്മുടെ ലൻഷാൻ ഇവൻ്റെ മുമ്പിലായിട്ട് വന്ന് നിൽക്കും. ലൻഷാൻ ഇപ്പോൾ ഭയങ്കര ഡ്രങ്കനാണല്ലോ. ഇത് കാണുന്നേ വിഭൂഷൺ പെട്ടെന്ന് തന്നെ വെന്നിങ്ങിൻ്റെ അടുത്ത് പറയും, നീ ഇവിടുന്ന് വേഗം പൊക്കോ, ഇവിടെ എങ്ങും നിൽക്കണ്ട എന്ന്. വെന്നിങ് അപ്പോഴും തന്നെ അവിടെ നിന്ന് അങ്ങ് സ്കൂട്ടാവും. ഇവിടെ നമ്മുടെ ലൻഷാനെയും കൊണ്ട് വിഭൂഷൺ ആ റൂമിലോട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് നോക്കുന്നതാ. പകുതി വഴി എത്തുന്നതും വിഭൂഷൺ വഴി മറന്നു പോകും. ഇത് കാണുന്നേ ലൻഷാനാണെങ്കിൽ ഒരു വീട്ടിലായിട്ട് കയറിയിട്ട് അവിടുത്തെ കോഴീനെയൊക്കെ പിടിച്ച് നമ്മുടെ വിഭൂഷൻ്റെ കയ്യിലായിട്ട് കൊടുക്കും. ഇതിൻ്റെ ഒരു മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൻഷാനാണെങ്കിൽ വിഭൂഷന് ബ്രൈഡൽ ഗിഫ്റ്റായിട്ടാണ് ഈ കോഴീനെ കൊടുക്കുന്നത്. എന്നിട്ട് ലൻഷാൻ അവിടുത്തെ ഭിത്തിയിലായിട്ട് എഴുതി വെക്കും, ലാൻ വാങ്ജി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. ഇത് കാണുന്നേ നമ്മളുടെ വിഭൂഷൺ ഭയങ്കരമായിട്ട് ഷോക്കാവും. അവൻ വിചാരിക്കും, ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല, ഇവൻ കുടിച്ചു കഴിഞ്ഞാൽ എന്നെക്കാട്ടി മോശമാണല്ലോ എന്ന്. അങ്ങനെ നമ്മുടെ വിഭൂഷനാണെങ്കിൽ അവിടെയായിട്ട് എഴുതി വയ്ക്കും, വിഭൂഷാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. എന്നിട്ട് ഇവർ 2 പേരും ആ റൂമിലായിട്ട് വരുമ്പോൾ അവിടെയായിട്ട് ഒരാൾ ഇവരുടെ റൂമൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ മുഖം മൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ലൻഷാനാണെങ്കിൽ അവൻ്റെ കൂടെ നല്ലതുപോലെ ഫൈറ്റ് ചെയ്യും. അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാഞ്ഞങ്ങ് പോവും. ഇവർക്കൊന്നും മനസ്സിലാവത്തില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ വിഭൂഷനാണെങ്കിൽ ലൻഷാനെ പിടിച്ച് അവിടുത്തെ സീറ്റിലായിട്ട് ഇരുത്തും. ലൻഷാനാണെങ്കിൽ ഇപ്പം നല്ലതുപോലെ ഡ്രങ്കൻ ആയതുകൊണ്ട് തന്നെ അവന് നല്ലതുപോലെ ദാഹിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ വിഭൂഷനായിരുന്നാലും ലൻഷാനെ നല്ലതുപോലെ കളിയാക്കും. എന്നിട്ട് അവിടെ ചോദിക്കും, ലൻഷാൻ എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, നിനക്ക് റാബിറ്റിനെ ഇഷ്ടമാണോ? അപ്പം നമ്മളുടെ വാങ്ജിയാണെങ്കിൽ ഇവിടെ പറയും, അതെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ചിരിക്കാൻ തുടങ്ങും. എന്നിട്ട് നമ്മുടെ വിഭൂഷൺ ചോദിക്കും, നീ എന്തെങ്കിലും റൂൾ തെറ്റിച്ചിട്ടുണ്ടോ എന്ന്. അവിടെ നമ്മുടെ ലൻഷാൻ അതെ എന്ന് പറയും. എന്നിട്ട് നമ്മുടെ വിഭൂഷൺ ചോദിക്കുന്നത്, നീ ഇത്രയും നാളും എന്നെ തെരഞ്ഞിരുന്നോ എന്നാണ്. എന്നാൽ ഇതിന് മറുപടിയായിട്ട് ലൻഷാൻ പറയുന്നത്, എനിക്ക് എൻ്റെ റിഗ്രറ്റ് ഉണ്ട്, നീ അന്ന് ആൾക്കാരെയും കൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ നിൻ്റെ കൂടെ നിന്നില്ല. ഇത് കേൾക്കുന്നേ നമ്മളുടെ വിഭൂഷൺ ഭയങ്കരമായിട്ട് അങ്ങ് ഷോക്കായി പോവും. അവൻ ഭയങ്കര ഇമോഷണലാവും. വിഭൂഷൺ അവിടെ പറയും, ഇതിൽ നിൻ്റെ പങ്കൊന്നും ഇല്ലല്ലോ, എല്ലാം എൻ്റെ ചോയ്സ് ആയിരുന്നില്ലേ, നിൻ്റെ ഒരു തെറ്റുമില്ല, നീ എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തത് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളെ ലൻഷാൻ എഴുന്നേറ്റ് പോയെങ്കിൽ കിടക്കും. ഇത് കാണുന്നേ വിഭൂഷൺ ഷോക്കാവും. അപ്പോൾ ലൻഷാൻ പറയും, കിടക്കാനുള്ള സമയമായി, 9 മണിയായി എന്ന്. നമ്മുടെ ലൻഷാൻ ഭയങ്കര റുട്ടീൻഡ് ആയിട്ടുള്ള ആളാണല്ലോ, അതുകൊണ്ട് എല്ലാം പക്കയായിട്ടേ ചെയ്യൂ. അടുത്ത ദിവസം രാവിലെ നമ്മളുടെ വിഭൂഷനാണെങ്കിൽ ഇങ്ങനെ പുറത്തായിട്ട് നിൽക്കുന്നതും ലൻഷാൻ എഴുന്നേറ്റ് വരും. അവൻ ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. നമ്മുടെ വിഭൂഷനായിരുന്നാലും ഇവനെ കളിയാക്കി സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ലൻഷാൻ ചോദിക്കും, ഞാൻ വല്ലതും പറഞ്ഞോ എന്ന്. അപ്പോൾ വിഭൂഷൺ പറയും, നീ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്നേ ലൻഷാൻ നല്ലതുപോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ വിഭൂഷൺ പറയും, നിനക്ക് റാബിറ്റിനെ ഇഷ്ടമാണെന്നാ പറഞ്ഞത് എന്ന്. ഇവിടെ നമ്മളുടെ ലൻഷാനാണെങ്കിൽ ഒരു കാര്യം നല്ലതുപോലെ ഓർമ്മയുണ്ട്, അവൻ ഇന്നലെ ആരുടെയോ കൂടെ ഫൈറ്റ് ചെയ്തു എന്ന്. അങ്ങനെ അവർ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും അന്വേഷിച്ചിറങ്ങും. പോകുന്ന വഴിയിൽ വെച്ച് ആൾക്കാരുടെ അടുത്ത് നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മളുടെ വിഭൂഷനും മനസ്സിലാവും, ഇവിടെ അടുത്തായിട്ട് തന്നെ വലിയൊരു ഗ്രാമമുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ ആൾക്കാരെല്ലാം മരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുക എന്ന്. അങ്ങനെ അവർ ആ ഗ്രാമത്തിലായിട്ട് വരും. വന്ന് നോക്കുമ്പോൾ അവിടെ മൊത്തം പുക മൂടിയിരിക്കുമായിരുന്നു. അവിടെയായിട്ട് നമ്മുടെ ലൻഷാനും വിഭൂഷനും എല്ലാം തിരഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ ജിൻലിനും അതേപോലെ തന്നെ സിഷുയി എന്ന് പറയുന്ന നമ്മളുടെ ലൻഷാൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻറ്റും അവരുടെ ടീം തന്നെ മൊത്തത്തിലുണ്ടായിരുന്നു. ഇവിടെ നമ്മളുടെ ആ മാസ്ക് ഇട്ട ആളും ഉണ്ട്. ഇവരെല്ലാവരും കൂടി ഫൈറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ നമ്മളുടെ വിഭൂഷനാണെങ്കിൽ ഈ സ്റ്റുഡൻസിൻ്റെ എല്ലാം കൊണ്ട് ഒരു റൂമിലായിട്ട് വരാൻ വേണ്ടി തീരുമാനിക്കും. കാര്യം ആ പുകയ്ക്കകത്താണെങ്കിൽ പോയിസൺ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഇപ്പോൾ പോയിസൺഡ് ആയിട്ട് നിൽക്കുക. അവർക്കാണെങ്കിൽ ഇപ്പോൾ ശ്വാസം എടുക്കാനൊന്നും പറ്റുന്നില്ല. നമ്മളുടെ ലൻഷാനാണെങ്കിൽ ആ മാസ്ക് ഇട്ട ആളുമായിട്ട്
ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അതേസമയം തന്നെ വേവൂഷാൻ ഒരു വീട്ടിലായിട്ട് കയറിയിട്ട് ഈ പിള്ളേരുടെ എല്ലാം പോയിസൺ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തയ്യാറാക്കി കൊടുക്കും. അങ്ങനെ അവർ ആ വീട്ടിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പുറത്ത് ഒരാളെ കാണും. കണ്ണ് കെട്ടിയ ഒരാൾ. അയാൾ നല്ലതുപോലെ പരിക്കേറ്റ് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ വേവൂഷാനും ടീമും എല്ലാവരോടും ചേർന്നിട്ട് അയാളെ രക്ഷിച്ച് ആ വീട്ടിലായിട്ട് കൊണ്ടുവരും. അതേസമയം തന്നെ ഒരു ഈവിളായിട്ടുള്ള ഒരാൾ ഓട് പൊട്ടിച്ച് അകത്തോട്ട് വരും. അവൻ്റെ കഴുത്തിനകത്തൊക്കെ ഒരു മരത്തെ പാടുണ്ടായിരുന്നു. ഇവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവനൊരു പപ്പറ്റാണ് എന്ന്. എന്നാൽ ഇതൊക്കെ കാണുന്നേ വേവൂഷാനും ടീമും എല്ലാം നല്ല പോലെ ഷോക്കായിട്ടുണ്ടായിരുന്നു. ഈ ചെറുക്കനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ വേവൂഷൻ ഫ്ലൂട്ടൊക്കെ വായിക്കും. എന്നിട്ട് അവനെ കെട്ടിയൊക്കെ വെക്കും. പെട്ടെന്ന് തന്നെ പുറകെ നിൽക്കുന്ന ആ കണ്ണ് കെട്ടിയ ആളില്ലേ, അയാൾ അവിടെ നിന്ന് ചിരിക്കാൻ തുടങ്ങും. നമ്മളുടെ വേവൂഷാന് മനസ്സിലാവും അതായത് ഇപ്പോഴും വന്ന് ഈ പപ്പറ്റിനെയും നേരത്തെ നമ്മുടെ വെന്നിങ്ങിനെ കൺട്രോൾ ചെയ്തതുപോലെ തന്നെ എന്തോ ആണി തറച്ച് വെച്ചിരിക്കുക എന്ന്. വേവൂഷൻ അത് മാറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. എന്നാൽ ഈ കണ്ണ് കെട്ടിയവനാണെങ്കിൽ വേവൂഷാന്റെ കൂടെ അടി കൂടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടാക്കും. പെട്ടെന്ന് തന്നെ വേവൂഷാന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ചെറുക്കന്മാരില്ലേ, അവരെല്ലാവരും പുറത്തോട്ട് ഇറങ്ങും. അതേപോലെ തന്നെ ആ പപ്പറ്റായിട്ടുള്ളവനുണ്ടല്ലോ, അവനും പുറത്തോട്ട് ചാടി അങ്ങ് പോകും. നമ്മുടെ വെന്നിങ് അവിടെ വന്നിട്ട് അവനുമായിട്ട് നല്ലപോലെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. വേവൂഷാന്റെ മുമ്പിൽ നിൽക്കുന്ന ആ കണ്ണ് കെട്ടിയവനുണ്ടല്ലോ, അവനെന്തോ മാസ്ക് ഇട്ടേക്കുമായിരുന്നു. നമ്മുടെ വേവൂഷാൻ്റെ അവിടെ സംസാരിക്കുമ്പോൾ അവൻ ആ മാസ്ക് ഒക്കെ എടുത്ത് മാറ്റും. ഇത് വേറെ ആരുമല്ല, ഷൂയാങ് എന്ന് പറഞ്ഞ വില്ലൻ തന്നെയാണ്. ഇവനാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം ഒപ്പിച്ചു വെച്ചത്. അവനവിടെ പറയും ഞാൻ തന്നെയാണ് വെന്നിങ്ങിനെയും കൺട്രോൾ ചെയ്തത്. യഥാർത്ഥത്തിൽ ഇവന്റെ കയ്യിലായിട്ട് ഇന്നയൻ്റെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. ഇവൻ ആ പോർഷനെ കട്ടെടുത്തോണ്ടാ പോയത്. എന്നാൽ എല്ലാവരും വിശ്വസിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു പോർഷൻ കട്ടെടുത്തത് നമ്മളുടെ വേവൂഷാന എന്ന. ഇവിടെയായിട്ട് നമ്മളുടെ ഈ ഷൂയാങ്ങും വേവൂഷാനും തമ്മിൽ ഭയങ്കര വലിയ ഫൈറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതേസമയം തന്നെ അവിടെയായിട്ട് ഒരു കണ്ണ് കാണാത്ത പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണാണെങ്കിൽ നമ്മളുടെ വേവൂഷാൻ്റെയും അതേപോലെ ഇവരുടെ കൂടെയുള്ള ആ ടീമിലുള്ളവരില്ലേ, അവരെല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അവർക്ക് യഥാർത്ഥത്തിൽ സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേവൂഷാനും ജിൻലിങ്ങും ഒക്കെ വിചാരിച്ചിട്ട് അവളുടെ മൈൻഡിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോറിയാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ട ആ കണ്ണ് കെട്ടിയ ആളില്ലേ, ആ ആൾക്കാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും എല്ലാം സൂപ്പറായിട്ട് തിരിച്ചറിയാൻ പറ്റും. അതായത് ആളുകളെ രക്ഷിക്കാനായിരുന്നാലും ഈവിൾ സ്പിരിറ്റിനെ നശിപ്പിക്കാനായിരുന്നാലും എല്ലാത്തിനും. അങ്ങനെ അവൻ ഒരു ദിവസം ഈ സ്ട്രീറ്റിൽ കൂടി നടക്കാൻ നേരത്തെ ഈ കണ്ണ് കാണാത്ത പെണ്ണിനെ കാണും. യഥാർത്ഥത്തിൽ ഇവക്ക് കണ്ണൊക്കെ കാണാം, ഇവക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അഭിനയിച്ച് നടക്കുന്നതാ. അങ്ങനെ നമ്മളുടെ ഈ വൈറ്റ് ഡ്രസ് ഇട്ടവൻ ഉണ്ടല്ലോ, അതായത് യഥാർത്ഥത്തിൽ കണ്ണ് കാണാത്തവൻ, അവനാണെങ്കിൽ ഈ പെണ്ണിനെ ഒരു ഇൻസിഡന്റിൽ നിന്ന് രക്ഷിക്കും. അങ്ങനെ ഈ പെണ്ണും ഇവനും ഭയങ്കര കൂട്ടാവും. ഇവര് രണ്ടുപേരും ഇപ്പോൾ ബ്രദറിനെ സിസ്റ്ററിനെ പോലെ നടക്കുന്നത്. അവരങ്ങനെ ഒരു ഗ്രാമത്തിലായിട്ട് വന്ന് താമസിക്കാനൊക്കെ തുടങ്ങും. ആ സമയത്ത് നമ്മളുടെ ഷൂയാങ്, അതായത് അവനാണെങ്കിൽ നല്ലതുപോലെ പരിക്ക് പറ്റിയിട്ട് ജിൻ ക്ലാനിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന് കിടക്കുമായിരുന്നു. ഇവനെ രക്ഷിക്കുന്നത് വേറെ ആരുമല്ല, ഈ കണ്ണ് കെട്ടിയവൻ തന്നെയാണ്. സത്യത്തിൽ ഈ കണ്ണ് കെട്ടിയവനും ഈ ഷൂയാങ് എന്ന് പറയുന്നവനില്ലേ, ഇവർ രണ്ടുപേരും ഭയങ്കര വലിയ ശത്രുക്കളാണ്. ഷൂയാങ്ങിനെ യഥാർത്ഥത്തിൽ ജിൻ ക്ലാനിന് പിടിച്ചു കൊടുക്കുന്നത് ഈ കണ്ണ് കെട്ടിയവനായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ ഷൂയാങ്ങിന് മനസ്സിലാവും ഇത് ആരാണ് എന്ന്. എന്നാൽ ഈ കണ്ണ് കാണാത്തവനാണെങ്കിൽ ഷൂയാങ്ങിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. നമ്മളുടെ ഈ കണ്ണ് കാണാത്തവൻ ഷൂയാങ്ങിൻ്റെ അടുത്ത് നല്ലതുപോലെ ബിഹേവ് ചെയ്യുന്നത് അവൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാണ്. ഷൂയാങ്ങിനെ ആയിരുന്നാലും സ്വന്തം എന്ന് പറയാൻ വേണ്ടിയിട്ട് ആരുമില്ല. ഷൂയാങ് ഇങ്ങനെ ഒരിക്കൽ കഥ പറയും. അതായത് പണ്ട് എനിക്കാണെങ്കിൽ മുട്ടായി തരാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഒരാൾ മുട്ടായി തരാമെന്നും പറഞ്ഞ് എന്നെ പറ്റിച്ചിട്ട് അവസാനം എൻ്റെ ഈ ചെറു വിരൽ തന്നെയാണ് എനിക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നത് എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്നതും നമ്മളുടെ ഈ കണ്ണ് കാണാത്തവനുണ്ടല്ലോ, അവൻ എല്ലാ ദിവസവും രാവിലെ ഷൂയാങ്ങിന് വേണ്ടിയിട്ട് മുട്ടായിയൊക്കെ കൊണ്ടു കൊടുക്കും. എന്നാൽ ഇതൊക്കെ കാണുന്നതും നമ്മളുടെ പെങ്കൊച്ചുണ്ടല്ലോ, അവക്കാണെങ്കിൽ അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവക്ക് നല്ല ജലസടിക്കുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇവക്ക് കണ്ണ് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും കാണാൻ പറ്റുന്നില്ല എന്ന് അഭിനയിക്കുമല്ലേ. അവള് ഷൂയാങ്ങിന്റെ മുമ്പിലും കണ്ണ് കാണാത്തൊരു പെണ്ണിനെ പോലെ തന്നെയാണ് നിൽക്കുന്നത്. ഇവക്കാണെങ്കിൽ ഷൂയാങ്ങിനെ പറ്റി ഭയങ്കര നെഗറ്റീവ് അടിക്കും. എന്നാൽ ഇവക്കത് അവളുടെ ചേട്ടൻ്റെ അടുത്ത് തുറന്ന് പറയാനും പറ്റത്തില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മളുടെ ഈ കണ്ണ് കെട്ടിയവനുണ്ടല്ലോ, അവൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവൻ ബ്ലാക്ക് കളർ ഡ്രസ്സായിടുന്നത്. അവനാണെങ്കിൽ ഈ കണ്ണ് കാണാത്തവനെ തപ്പിയിട്ട് ആ ഗ്രാമത്തിലായിട്ട് വരും. ഇത് കാണുന്നതും നമ്മളുടെ ഷൂയാങ്ങിന് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവൻ വേഗം തന്നെ ആ കറുത്ത ഡ്രസ്സ് ഇട്ടവനെയല്ലേ അവൻ്റെ ദേഹത്തായിട്ട് ഈവിൾ സ്പിരിറ്റിനെ അങ്ങ് കയറ്റി വിടും. സത്യം പറഞ്ഞാൽ നമ്മളുടെ കണ്ണ് കെട്ടിയവനുണ്ടല്ലോ, അവന് കണ്ണ് കാണത്തില്ലെങ്കിലും അവൻ്റെ വാളിൻ്റെ എനർജി തന്നെയാണ് ഈ നെഗറ്റീവ് എനർജീനെ കണ്ടുപിടിച്ച് അതിനെ അങ്ങ് കൊന്നു കളയുന്നത്. ഇതാണെങ്കിൽ ഇപ്പോഴും സംഭവിക്കും. കണ്ണ് കെട്ടിയവൻ്റെ വാളിന് മനസ്സിലാവും അതായത് അടുത്തെവിടെയോ ഒരു ഈവിൾ എനർജി ഉണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ ആ കണ്ണ് കെട്ടിയവനാണെങ്കിൽ നേരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള കറുത്ത ഡ്രസ്സ് ഇട്ടവനെയാണ്. സത്യം പറഞ്ഞാൽ ഷൂയാങ് ആ കറുത്ത ഡ്രസ്സ് ഇട്ടവൻ്റെ നാക്ക് മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഇവിടെയായിട്ട് നമ്മളുടെ ഈ കണ്ണ് കെട്ടിയവനുണ്ടല്ലോ, അവനാണെങ്കിൽ അവൻ്റെ വാള് വെച്ചിട്ട് അവൻ്റെ ആ ബെസ്റ്റ് ഫ്രണ്ടിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവും. ഇവിടെയായിട്ട് അവസാനം നമ്മളുടെ ഈ കണ്ണ് കെട്ടിയവന് സത്യമെല്ലാം മനസ്സിലാവും. അതായത്
അവൻ്റെ കൂടെയുള്ളത് അവൻ്റെ ആജന്മ ശത്രുവായിട്ടുള്ള ഷൂയാങ് തന്നെയാണ്. അവനാണ് ഇവൻ്റെയും ഇവൻ്റെ ഫ്രണ്ടിൻ്റെ ഇടയിൽ ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന്. കണ്ണ് കെട്ടിയവൻ്റെ വാള് യൂസ് ചെയ്തിട്ട് ഷൂയാങ് ഒരുപാട് പാവപ്പെട്ട ആൾക്കാരെയൊക്കെ കൊന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അറിയുന്നതും അവൻ മൊത്തത്തിൽ തകർന്നു പോകും. അങ്ങനെ നമ്മളുടെ ഈ കണ്ണ് കാണാത്തവനാണെങ്കിൽ അവൻ്റെ തന്നെ വാള് വെച്ചിട്ട് അങ്ങ് ആത്മഹത്യ ചെയ്യും. ഇത് കാണുന്നതും ഷൂയാങ് ഭയങ്കരമായിട്ട് ഷോക്കായിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രസന്റ് ടൈമിലാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ആ കണ്ണ് കെട്ടിയവനില്ലേ, അവൻ്റെ ബോഡി ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ ബോഡീനെ കാണിച്ചു തരാനാണ് നമ്മളുടെ ആ കണ്ണ് കാണാത്ത പെണ്ണില്ലേ അവൾ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഷൂയാങ് അവളുടെ കണ്ണ് മൊത്തം കുത്തിപ്പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്കിപ്പോൾ യഥാർത്ഥത്തിൽ കണ്ണിന് കാഴ്ചയില്ലാണ്ടാണ് ഇരിക്കുന്നത്. അതേസമയം തന്നെ ഷൂയാങ്ങും ലൻഷാനുമായിട്ട് ഭയങ്കര വലിയ ഫൈറ്റ് നടക്കും. നമ്മുടെ വേവൂഷാനും അതിൻ്റെ ഇടയിലായിട്ട് വന്നുപെടും. ഇവിടെയായിട്ട് നമ്മളുടെ ഷൂയാങ് ആണെങ്കിൽ വേവൂഷാൻ്റെ അടുത്ത് പറയും, എന്തൊക്കെയായിരുന്നാലും നിന്നെ സമ്മതിച്ച് തന്നേ പറ്റത്തുള്ളൂ. നീയാണെങ്കിൽ ആ ഒരു ഒറ്റ പീസിൻ്റെ ഇന്നയൺ വെച്ചിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൈഗർ ആൽമൽച്ച് തന്നെയല്ലേ ഉണ്ടാക്കിയത്. ഞാനത് ഉണ്ടാക്കാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, എന്നാൽ എന്നെക്കൊണ്ടത് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. എനിക്കതിൻ്റെ അടുത്തുള്ള ചെറിയൊരു കല്ല് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ ഷൂയാങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കൂടെയുള്ള ആ കണ്ണ് കെട്ടിയവനില്ലേ, അതായത് ഇപ്പോൾ മരിച്ചു കിടക്കുന്നവൻ, അവനെ തിരിച്ച് ജീവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമ്മുടെ വേവൂഷാനാണെങ്കിൽ വെന്നിങ്ങിനെ മരിച്ചു പോയിട്ടും തിരിച്ച് ജീവനോടെ കൊണ്ടുവന്നില്ലേ, ആ ഒരു സംഭവം ഇനിയും ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഷൂയാങ് ഇങ്ങനെയൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഷൂയാങ്ങിന് ആ കണ്ണ് കെട്ടിയവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൻ മാത്രമേ നമ്മുടെ ഷൂയാങ്ങിൻ്റെ അടുത്ത് ഇത്രയും കൈൻഡായിട്ട് നടന്നിട്ടുള്ളൂ. ഈ സ്റ്റോറിയൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഷൂയാങ്ങിൻ്റെ അടുത്ത് ചെറിയൊരു സോഫ്റ്റ് കോർണറൊക്കെ തോന്നും. അപ്പം നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്കൊക്കെ കാണിക്കും. അതായത് ഷൂയാങ് എങ്ങനെയാണ് ആ കണ്ണ് കെട്ടിയവൻ്റെ ബോഡീനെ സൂക്ഷിച്ചു വെച്ചതെന്നും അതിനെ പരിപാലിച്ചതെന്നും. യഥാർത്ഥത്തിൽ ഷൂയാങ് അവൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ആ ബോഡീനെ തിരിച്ച് ജീവനോടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അവൻ യഥാർത്ഥത്തിൽ നമ്മളുടെ വേവൂഷാനെയും തിരക്കി നടക്കുമായിരുന്നു. ഇവിടെയായിട്ട് പെട്ടെന്ന് തന്നെ മാസ്ക് ഇട്ട ആൾ വന്നിട്ട് ഷൂയാങ്ങിൻ്റെ കയ്യിലുള്ള ആ ഒരു ചെറിയ കല്ലില്ലേ അതും തട്ടിപ്പറിച്ചുകൊണ്ട് അവൻ അപ്പോഴും തന്നെ അവിടെ നിന്ന് അങ്ങ് അപ്രതീക്ഷമായി പോകും. അതേസമയം തന്നെ നമ്മളുടെ വേവൂഷാൻ ആയിരുന്നാലും നമ്മളുടെ ആ കണ്ണ് കെട്ടിയവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവനിപ്പോൾ ഈവിളിനെ പോലെ ആയിരുന്നല്ലോ നടക്കുന്നത്. അവനെ പിടിച്ചു വെച്ചിട്ട് അവൻ്റെ തലയിലുള്ള ആ ആണി വലിച്ചൂരും. അങ്ങനെ അവൻ ബാക്ക് ടു നോർമലാവും. ഇവനിപ്പോൾ ഏറ്റവും വലിയ ശത്രുതയുള്ളത് ഷൂയാങ്ങിൻ്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ആ കറുത്ത ഡ്രസ്സ് ഇട്ടവനാണെങ്കിൽ ഷൂയാങ്ങിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് അവസാനം നമ്മളുടെ ഷൂയാങ് മരിച്ചു പോവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേവൂഷാനും ലൻഷാനും കൂടി ചേർന്നിട്ട് ആ കറുത്ത ഡ്രസ്സ് ഇട്ടവനില്ലേ അവൻ്റെ കയ്യിലായിട്ട് ആ കണ്ണ് കെട്ടിയവൻ്റെ വാളൊക്കെ എടുത്ത് കൊടുക്കുന്നതാ. അങ്ങനെ അവനാണെങ്കിൽ ആ വാളൊക്കെ ആയിട്ട് അവിടുന്ന് പോകാൻ വേണ്ടി തീരുമാനിക്കും. അവന് നല്ല വിഷമം ഉണ്ടായിരുന്നു. വേവൂഷാനും ലൻഷാനും ഇത് കാണുന്നതിന് നല്ല സങ്കടമാവും. അത് കഴിഞ്ഞിട്ട് ആ ഗ്രാമത്തിൽ തന്നെ അവരുടെ കയ്യിലുള്ള ആ വാളിൻ്റെ എനർജി ഇല്ലേ അത് നല്ലതുപോലെ ആക്ടിവേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ അതിനെ ഫോളോ ചെയ്ത് വരുമ്പോൾ ഒരു കല്ലറയുടെ അടുത്തായിട്ട് വരും. ആ കല്ലറയുടെ അടിയിലായിട്ട് ഉണ്ടായിരുന്ന ബോഡി എന്ന് വെച്ചാൽ നമ്മളുടെ ബ്ലേഡ് മാസ്റ്ററിൻ്റെ തന്നെയായിരുന്നു. അവിടെയായിട്ട് അയാളുടെ വാളും പ്രത്യക്ഷപ്പെടും. എന്നാൽ ഇത് കാണുന്ന ലൻഷാനും വേവൂഷാനും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബോഡിക്ക് തലയുണ്ടായിരുന്നില്ല, തല വെട്ടി മാറ്റിയിരിക്കുമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ലൻഷാനും വേവൂഷാനും കൂടി തിരിച്ച് ആ ഗ്രാമത്തിലായിട്ട് വരുന്നതാ. അവിടെയായിട്ട് നമ്മളുടെ വേവൂഷാൻ നോക്കുമ്പോൾ ഒരു കൊച്ചു ചെറുക്കനെ കാണും. പെട്ടെന്ന് തന്നെ അവന് ഓർമ്മ വരുന്നത് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കുഞ്ഞു പയ്യനില്ലേ ആയിവ എന്ന് പറയുന്നത്, അവനെയാണ്. ഇത് കാണുന്നതും വേവൂഷാൻ ഭയങ്കര ഇമോഷണൽ ആവും. ഇത് നമ്മളുടെ ലൻഷാന് ശ്രദ്ധിക്കും. അവിടെയായിട്ട് കുറേ മാർക്കറ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മളുടെ വേവൂഷാൻ നോക്കുമ്പോൾ ലൻഷാൻ നിൽക്കുന്നതിൻ്റെ അടുത്തായിട്ട് ഒരു ലാൻറ്റേൺ ഉണ്ട്. അതിനകത്ത് മുയലിൻ്റെ പടമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ വേവൂഷാൻ അവിടെ ആ ലാൻറ്റേൺ വേണമെന്ന് പറയും. അങ്ങനെ നമ്മളുടെ ലൻഷാൻ അവന് വാങ്ങിച്ചൊക്കെ കൊടുക്കും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ വേവൂഷാനും ലൻഷാനും കൂടി ഇവരുടെ റൂമിലായിട്ട് വരുന്നതാണ്. പുറത്തായിട്ട് ഇവരുടെ സ്റ്റുഡൻസ് എല്ലാം കാത്തു നിൽക്കുമായിരുന്നു. അതിനകത്ത് ലാൻഷിസു എന്ന് പറയുന്നൊരു ചെറുക്കനുണ്ട്. അവനാണെങ്കിൽ കളിപ്പാട്ടങ്ങളൊക്കെ കാണുന്നതും ഓരോരോ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു. എന്താണെന്ന് അവനും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മളുടെ ലൻഷാൻ വരുമ്പോൾ അവൻ പറയും, അതായത് ലൻഷാൻ്റെ ചേട്ടൻ എത്തിയിട്ടുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ ലൻഷാനാണെങ്കിൽ അവൻ വാങ്ങിക്കൊണ്ട് വന്ന ആ ലാൻഡേണില്ലേ അതാണെങ്കിൽ ഈ ലാൻഷിസു എന്ന് പറയുന്ന ചെറുക്കൻ്റെ കയ്യിലായിട്ട് കൊടുക്കും. എന്നിട്ട് ലൻഷാൻ അകത്ത് വന്ന് ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. ഇവിടെ നമ്മളുടെ ലൻഷാൻ്റെ ചേട്ടനാണെങ്കിൽ ഈ ബ്ലേഡിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. അതായത് ആ ബ്ലേഡിൻ്റെ രൂപം കണ്ടാലേ മനസ്സിലാവും അത് നമ്മളുടെ ബ്ലേഡ് മാസ്റ്ററിൻ്റെ വാള് തന്നെയാ എന്ന്.
ഇവിടെ നമ്മുടെ വിഭൂഷാന്റെ ഏറ്റവും വലിയ ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഗാവു എന്ന് പറയുന്ന നുണക്കുഴിയുള്ളവനില്ലേ, അവനെ പറ്റിയിട്ട് തന്നെയായിരുന്നു. എന്നാൽ നമ്മളുടെ ലൻഷാന്റെ ചേട്ടനാണെങ്കിൽ അവനെ ഭയങ്കര വിശ്വാസമാണ്. ലൻഷാന്റെ ചേട്ടന് പെട്ടെന്ന് മനസ്സിലാവും ഇത് വേറെ ആരുമല്ല നമ്മുടെ വിഭൂഷാൻ തന്നെയാ എന്ന്. കരിയവൻ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ വിഭൂഷാൻ മാസ്ക് ഒക്കെ മാറ്റിയിട്ട് ലൻഷാന്റെ ചേട്ടനെ നല്ലതുപോലെ വണങ്ങും. എന്നിട്ട് വിഭൂഷാനാണെങ്കിൽ ലൻഷാന്റെ ചേട്ടൻ്റെ അടുത്ത് പറയും, ആ ഗാവുവിനെ ഒന്ന് സൂക്ഷിച്ചോണം, നിങ്ങൾ ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ചിന്തിക്കണം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് താഴെയായിട്ട് പിള്ളേർ തമ്മിൽ അടി ഉണ്ടാകുന്നതാണ്. അതായത് നമ്മുടെ ജിൻലിങ്ങും ലാൻസ് ഇഷ്യൂ എന്ന് പറയുന്ന ചെറുക്കനില്ലേ, ഇവർ രണ്ടുപേർക്കും ഇടയിലാണ് ഫൈറ്റ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിൻലിങ്ങിന് വിഭൂഷാനെ ഒട്ടും ഇഷ്ടമല്ല. എന്നാൽ നമ്മുടെ ലാൻസ് ഇഷ്യൂക്കാണെങ്കിൽ അവനെ പറ്റി നല്ല അഭിപ്രായവുമാണ്. അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു ഫൈറ്റ് സ്റ്റാർട്ടാവും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ലൻഷാൻ വരും. ഇവനെ കാണുന്നതും എല്ലാവരും ഭയങ്കര സൈലന്റ് ആവും. ഇവിടെ നമ്മുടെ ലൻഷാനാണെങ്കിൽ അവിടുത്തെ ആ ഹോട്ടലിൽ നിന്ന് ഒരു വൈനും 2 ഗ്ലാസ്സും ആയിട്ടാണ് വാങ്ങിക്കൊണ്ട് പോകുന്നത്. ഇത് കാണുന്നതും എല്ലാവരും ഭയങ്കര ഷോക്കായിട്ടുണ്ടായിരുന്നു. ലൻഷാൻ കുടിക്കുവോ എന്ന് ആലോചിച്ചിട്ട്. ലൻഷാൻ യഥാർത്ഥത്തിൽ ഇതിനെല്ലാം എതിരായിരുന്നില്ലേ. യഥാർത്ഥത്തിൽ ലൻഷാൻ ഇത് വാങ്ങിക്കൊണ്ട് പോകുന്ന വേറെ ആർക്കുമല്ല, നമ്മളുടെ വിഭൂഷാന് വേണ്ടിയിട്ട് തന്നെയാണ്. അതേസമയം തന്നെ വിഭൂഷനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വെന്നിങ് വന്നിട്ടുണ്ടായിരുന്നു. അവൻ തല കീഴായിട്ട് വന്നിട്ട് മുകളിലത്തെ നിലയിൽ നിന്ന് നമ്മുടെ വിഭൂഷനോട് സംസാരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ലൻഷാൻ വരും. അതുകൊണ്ട് തന്നെ വെന്നിങ് അവിടെ നിന്ന് അങ്ങ് പൊക്കളയും. പിന്നീട് കാണിക്കുന്ന വിഭൂഷാനും ലൻഷാനും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാ. വിഭൂഷാൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല ലൻഷാൻ എങ്ങനെയാണ് വിഭൂഷാനെ കണ്ടുപിടിച്ചത് എന്ന്. ഇവിടെ നമ്മുടെ ലൻഷാന്റെ ചേട്ടന് വിഭൂഷാനെ മനസ്സിലായി, ജിയാൻ ചെങ്ങിന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ലൻഷാൻ പറയും, എനിക്കും മനസ്സിലായിട്ടില്ല, നിനക്ക് എന്താണ് ഇത്രയ്ക്കും മറവിയെന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മളുടെ ലൻഷാന്റെ ചേട്ടൻ വരും. അയാൾ അവിടെ വന്നിട്ട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലിയർ ചെയ്തോ. എവിഡൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്തില്ല, ഞാൻ അതിന് ശിക്ഷ കൊടുക്കുന്നതായിരിക്കും എന്ന്. അങ്ങനെ നമ്മുടെ ലൻഷാനും വിഭൂഷാനും ലൻഷാന്റെ ചേട്ടനും ഒക്കെ ആയിട്ട് നമ്മളുടെ ജിൻ ക്ലാനിലായിട്ട് വരും. അവിടെ വലിയൊരു ഫംഗ്ഷൻ നടക്കാൻ പോകുമായിരുന്നു. അവിടെ എല്ലാവരും ഉണ്ട്, നമ്മുടെ ജിയാൻ ചെങ്ങും ഉണ്ട്. ഇവിടെയായിട്ട് നമ്മളുടെ വിഭൂഷനെ കാണുന്നതും എല്ലാവരും ഭയങ്കര വിയേർഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവനെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ യഥാർത്ഥത്തിൽ നമ്മളുടെ വിഭൂഷന്റെ ഐഡന്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷയ്യു എന്നല്ലേ. മോഷയ്യുവിനെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ വിഭൂഷനാണെങ്കിൽ അവിടെ ഇങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങും. അവിടെയായിട്ട് നമ്മുടെ ജിൻലിങ് ഉണ്ടായിരുന്നു. അവനെ കുറച്ച് ചെറുക്കന്മാർ ബുള്ളി ചെയ്യാൻ വരുന്നതും ജിൻലിങ്ങിനെ നമ്മളുടെ വിഭൂഷ ഹെൽപ്പ് ചെയ്യും, നല്ലതുപോലെ ഫൈറ്റ് ഒക്കെ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജിൻലിങ്ങിന് ഇപ്പോൾ വിഭൂഷാനെ പറ്റിയിട്ടുള്ള ഇംപ്രഷനൊക്കെ മാറിയിട്ടുണ്ട്. വിഭൂഷാനെ ഇപ്പോൾ അവന് ഭയങ്കര കാര്യമാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിഭൂഷാൻ നേരെ ലൻഷാനെ കാണാൻ വേണ്ടി വരുന്നതാണ്. ലൻഷാൻ അവന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഇവിടെ നമ്മളുടെ വിഭൂഷാൻ പറയും, ഞാൻ എന്തായിരുന്നാലും ഒരു പേപ്പറിൻ്റെ ഫോമിലായിട്ട് മാറിയിട്ട് നമ്മളുടെ ആ ഗാവു ഇല്ലേ, അതായത് നുണക്കുഴിയുള്ളവൻ, അവൻ്റെ റൂമിലായിട്ട് ചെന്ന് നോക്കാം എന്താ നടക്കുന്നതെന്നൊക്കെ അറിയാമല്ലോ. അതേപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യവും മനസ്സിലായി. ഈ മോഷയ്യു എന്ന് പറയുന്നവനില്ലേ, അവനാണെങ്കിൽ ആ നുണക്കുഴിയുള്ളവൻ്റെ വൈഫുമായിട്ട് എന്തോ ഒരു ചെറിയ അഫെയർ പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിലാണ് ഈ മോഷയ്യുവിനെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കിയത്. അതുകൊണ്ടാണ് എല്ലാവർക്കും എന്നെ കാണുമ്പോൾ ഒരുമാതിരിയൊക്കെ റിയാക്ട് ചെയ്യുന്നത്, എന്നെ ആർക്കും ഇഷ്ടമല്ലാത്തത്. ഞാനിനിയിപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ നമ്മളുടെ വിഭൂഷാൻ പറയും. എന്നിട്ട് വിഭൂഷാൻ നേരെ പേപ്പറിൻ്റെ രൂപത്തിലോട്ടായിട്ട് നമ്മളുടെ ലൻഷാൻ്റെ അടുത്ത് വന്ന് അവനെ കുറച്ച് ടീസിയൊക്കെ ചെയ്യും. എന്നിട്ട് അവൻ നേരെ വരുന്നത് ആ നുണക്കുഴിയുള്ളവൻ്റെ റൂമിലായിട്ടാണ്. അവിടെ ആ നുണക്കുഴിയുള്ളവനും അവൻ്റെ വൈഫും തമ്മിൽ വലിയൊരു അടി നടക്കുമായിരുന്നു. അവൻ്റെ വൈഫിനാണെങ്കിൽ ആരോ ഒരാൾ അനോണിമസ് ആയിട്ടൊരു ലെറ്റർ അയച്ചിട്ടുണ്ട്. പോരാത്തതിന് അവളുടെ അടുത്ത് ഇവനെ പറ്റിയുള്ള കുറേ രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മളുടെ ആ നുണക്കുഴിയുള്ളവൻ്റെ വൈഫാണെങ്കിൽ ഭയങ്കരമായിട്ട് തകർന്നിരിക്കുമായിരുന്നു. ഇവൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായിട്ട് എന്തോ വലിയൊരു സീക്രട്ടാണ് ഇവൾ അറിഞ്ഞിരിക്കുന്നത്. ഇവരതിനെപ്പറ്റി നല്ല വ്യക്തമായിട്ട് പറയത്തൊന്നുമില്ല. നീ എന്നെ ചതിച്ചു, നീ അങ്ങനെ ചെയ്തു, ഇങ്ങനെയൊക്കെ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇതെല്ലാം നമ്മളുടെ വിഭൂഷാനും കേൾക്കും. അവനും മനസ്സിലാവും ഈ നുണക്കുഴിയുള്ളവൻ എന്തോ വലിയൊരു തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന്. ഈ നുണക്കുഴിയുള്ളവനായിരുന്നാലും അവൻ്റെ വൈഫിനെ അങ്ങ് ബോധം കെടുത്തും. എന്നിട്ട് അവളെ ഒരു സീക്രട്ടായിട്ടുള്ളൊരു ചേംബറിലായിട്ട് കൊണ്ടുവന്ന് കിടത്തും. ഇവിടെയായിട്ട് നമ്മളുടെ വിഭൂഷനും ആ സീക്രട്ട് ചേംബറിലായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് അവൻ അവിടെ മൊത്തം അരിച്ചു പറക്കും. അവിടെ അവന് കിട്ടും, അതായത് നമ്മുടെ ആ ബ്ലേഡ് മാസ്റ്ററിന്റെ തല, അതിൻ്റെ കണ്ണും മൂക്കിലും എല്ലാം ആയിട്ട് ഓരോരോ മാസ്ക് ഇട്ട് വെച്ചേക്കുമായിരുന്നു. ഇത് കാണുന്നതും വിഭൂഷനെ നല്ലതുപോലെ കൺഫേം ആവും, അതായത് നുണക്കുഴിയുള്ളവൻ തന്നെയാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ എന്ന്. അങ്ങനെ വിഭൂഷൻ ഈ ബ്ലേഡ് മാസ്റ്ററിന്റെ മുമ്പിലായിട്ട് ചെറുതായിട്ടൊന്നും വണങ്ങിയിട്ട് അയാളുടെ തലയിലായിട്ട് തൊട്ട് നോക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ വിഭൂഷന് ബ്ലേഡ് മാസ്റ്ററിന്റെ മെമ്മറീസ് വരാൻ വേണ്ടി തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ ലൻഷാന്റെ മുമ്പിലായിട്ടിരിക്കുന്ന വിഭൂഷനില്ലേ, അവൻ നല്ലതുപോലെ ഷിവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാണുന്നേ നമ്മുടെ ലൻഷാന് മനസ്സിലാവും വിഭൂഷൻ ഇപ്പൊ ആരുടെ ഒരാളുടെ മെമ്മറിയിലോട്ട് കടന്നിട്ടുണ്ട് എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കാം. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.